ഹലോ, എല്ലാവർക്കും അമൃതാസ് വേളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ CBSE 10th ലൈഫ് പ്രോസസ്സ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഹോളോസോയിക് ന്യൂട്രീഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പാർട്ട് 1 പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ അന്നത്തെ പാർട്ട് 1 നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. നമുക്കറിയാം, നമ്മൾ കംപ്ലീറ്റ്ലി ഫുഡ് കഴിക്കുന്നു, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷനാണ് എന്ത്, ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ അതിൽ നമ്മൾ 2 എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഹ്യൂമൻ ബീൻസും അമീബയും. അപ്പോൾ ഇവർ രണ്ടുപേരെയും, അമീബയും ഒരു ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്, അതൊരു യൂണിസെല്ലുലാർ ഓർഗാൻസ് ആണ്. അപ്പോൾ അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അമീബയും ഒരു ഹോളോസോയിക് ആണ്, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണമെന്ന്. അപ്പോൾ അമീബയുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ ഒരു ഹ്യൂമൻ ബീൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ്, അതിൽ ഓരോ പാർട്ടിൽ പോകുമ്പോഴും നമ്മുടെ ഫുഡിന് എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യണേ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ് കാണാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം നമുക്ക് ഹോളോസോയിക് ന്യൂട്രീഷൻ്റെ സ്റ്റെപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ 5 സ്റ്റെപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സ്റ്റെപ്പ് എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇഞ്ചക്ഷൻ, സെക്കൻഡ് ഈസ് ഡൈജഷൻ, തേർഡ് ഈസ് അബ്സോർപ്ഷൻ, ഫോർത്ത് വൺ ഈസ് അസിമിലേഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഇജക്ഷൻ. അങ്ങനെ 5 സ്റ്റെപ്സ് ആണ് ഹോളോസോയിക് ന്യൂട്രീഷനിലുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ഫുഡിനെയാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യണത് അല്ലേ. ആ ഒരു ഫുഡിന് ഇൻടേക്ക് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇഞ്ചക്ഷൻ എന്ന് നമ്മൾ പറയണത്. സെക്കൻഡ് വൺ ഈസ് ഡൈജഷൻ. നമ്മൾ കഴിക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡാണ്. ആ കോംപ്ലക്സ് ഫുഡിനെ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് കുറേ എൻസൈംസ് ഉപയോഗിച്ചിട്ട് അതിനെ സിമ്പിൾ ഫോമാക്കി മാറ്റും. ദാറ്റ് ഈസ് ഡൈജഷൻ. തേർഡ് വൺ ഈസ് എബ്സോർപ്ഷൻ. എബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ സിമ്പിൾ ഫോമാക്കിയ ഫുഡിനെ, സിമ്പിൾ ന്യൂട്രിയൻസിനെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, എബ്സോർബ് ചെയ്തെടുക്കും. ദാറ്റ് ഈസ് എബ്സോർപ്ഷൻ. ആൻഡ് ഫോർത്ത് വൺ ഈസ് അസിമിലേഷൻ. ജസ്റ്റ് ന്യൂട്രിയൻസിനെ എബ്സോർബ് ചെയ്താൽ മാത്രം മതിയോ ബോഡി? ഇല്ല, അതിൽ നിന്ന് അത് യൂട്ടിലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? എബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസിനെ നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യണം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫോർ എനർജിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതിനെല്ലാം നമ്മുടെ എബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസിനെ യൂട്ടിലൈസ് ചെയ്യണ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസിമിലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് നമുക്കറിയാം ഇജക്ഷൻ. ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് റിമൂവ് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവും. ആ ഫുഡിന് എന്ത് ചെയ്യും, വേസ്റ്റ് ഫോം നമുക്കറിയാമല്ലോ, നമ്മുടെ ബോഡി വേസ്റ്റ് ഫോമിൽ ഫുഡിനെ റിമൂവ് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ വേസ്റ്റ് ഫോമിൽ അതിനെന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇജക്ഷൻ എന്ന് പറയണത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ടോട്ടൽ 5 സ്റ്റെപ്സ് ആണ് ഹോളോസോയിക് ന്യൂട്രീഷൻ ഉള്ളത്. ഇഞ്ചക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഇജക്ഷൻ. നമുക്കിനി ന്യൂട്രീഷൻ ഇൻ അമീബ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ തന്നെ കണ്ട 5 സ്റ്റെപ്സ്, ഹോളോസോയിക് ന്യൂട്രീഷൻ്റെ 5 സ്റ്റെപ്സ് അമീബയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മുമ്പത്തെ നമ്മുടെ വീഡിയോസിൽ, അമീബ എന്താ, ഒരു ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. നമ്മളെങ്ങനെയാണോ അല്ലേ, നമ്മളും ഒരു ഹോളോസോയിക് മോഡ്, ഹ്യൂമൻ ബീൻസും ഒരു ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫുഡ് എടുക്കുന്നു, ഫുഡ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്യുന്നു. അതാണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ ഈ പറഞ്ഞ 5 സ്റ്റെപ്സും നമുക്ക് അമീബയിൽ കാണാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം, അമീബ എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ഓർഗാൻസ് ആണ്. ഒരൊറ്റ സെല്ലാണ് അമീബയ്ക്കുള്ളത്. അമീബയുടെ ബോഡിക്ക് അതുപോലെ ഡെഫിനിറ്റ് ഷേപ്പ് ഒന്നുമില്ല. നിങ്ങൾക്ക് പിക്ചറിൽ തന്നെ കാണാം, ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇവരുടെ ബോഡിയിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഇങ്ങനെ കുറേ പ്രൊജക്ഷൻസ് കാണാം. ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പാണ്. ഇവരുടെ ബോഡിയിൽ നിന്ന് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് നമുക്ക് കാണാം. അതിനെയാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. ഈ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടാണ് അമീബ ഫുഡിനെ ക്യാപ്ചർ ചെയ്യണത്. ഈ സ്യൂഡോപോഡിയ ഫുഡ് ക്യാപ്ചർ ചെയ്യാൻ മാത്രമല്ല, അമീബയുടെ മൂവ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്ന ഒരു സ്ട്രക്ചറും കൂടിയാണ് ഈ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ എങ്ങനെയാണ്, ഹ്യൂമൻ ബീൻസ് എങ്ങനെയാണ്, നമുക്ക്
മൗത്ത് ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷെ അമീബയ്ക്ക് അങ്ങനെ ഉണ്ടാവും ഇല്ല. അമീബയ്ക്ക് അങ്ങനെ നമുക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഉള്ളത്. പക്ഷെ അമീബ ഒരു യൂണിസെല്ലുലർ ഓർഗാൻസ് ആയ കാരണം അവർക്ക് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അമീബയുടെ ഏത് ഭാഗത്തും ഫുഡ് വന്നാൽ അവർക്ക് ഫുഡിനകത്തേക്ക് എടുക്കാനുള്ളൊരു കഴിവും കൂടി അമീബയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദേ ഫുഡ് പാർട്ടിക്കിൾ അമീബയുടെ അടുത്ത് ഫുഡ് വരുമ്പോൾ അമീബ എന്താ ചെയ്യുക, ആ പ്രൊജക്ഷൻസ് ഇല്ലേ അമീബയുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു ഫിംഗർ ലൈക്ക് ഒരു ഔട്ട് ഗ്രോത്ത് നമുക്ക് കാണും, ഒരു പ്രൊജക്ഷൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്യൂഡോപോഡിയ. അതുപയോഗിച്ച് ആ ഫുഡിനെ കംപ്ലീറ്റ്ലി സറൗണ്ട് ചെയ്ത് അവരെന്ത് ചെയ്യും, അമീബ ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം ഒരു ഫുഡ് വാക്യൂൾ കണ്ടോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ട് ഫുഡിനുള്ളിലേക്ക് എടുക്കുമ്പോൾ അവിടെ ഒരു ഫുഡ് വാക്യൂൾ ഫോം ചെയ്യും. ഇപ്പോൾ ഈ ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിലാണ് എന്തിരിക്കണത്, ഫുഡ് ഇരിക്കണത്. ഈ ഫുഡ് വാക്യൂൾ ഇതാണ് ഫുഡ് വാക്യൂൾ. ഈ ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ എന്തിരിക്കണത്, ഫുഡ് ഇരിക്കണത്. ഇനി എന്താ ചെയ്യുക, ഈ ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഫുഡിനെ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ചെയ്യും. നമുക്കറിയാം കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിനെയാണ് അമീബ ഉള്ളിലേക്ക് എടുക്കുന്നത്. ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിനെ ഈ കോംപ്ലക്സ് ഫുഡിനെ എന്ത് ചെയ്യും, നല്ല സിമ്പിൾ ഫോമാക്കി മാറ്റും. എൻസൈംസ് ഉപയോഗിച്ച് ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിനെ നല്ല സിമ്പിൾ ഫോമാക്കി മാറ്റും. മാറ്റിക്കഴിഞ്ഞ ഉടനെ ഈ ഫുഡ് വാക്യൂൾ എന്ത് ചെയ്യും, ഫുഡ് വാക്യൂൾ ബ്രേക്ക് ചെയ്ത് പോവും, അത് പോവും. അതിനുശേഷം ഈ ഉണ്ടാക്കിയ സിമ്പിൾ ഫോമുള്ള ഫുഡ് ഈ അമീബയുടെ എല്ലാ ഭാഗത്തും എത്തും. ക്ലിയർ ആയോ? എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞാൽ അമീബ അത് എന്ത് ചെയ്യും, അതിനെ യൂട്ടിലൈസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യും ഫോർ എനർജി അല്ലേ, അവർക്ക് എനർജിക്ക് വേണ്ടിയിട്ടും അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും. അതിനുശേഷം അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യും, അമീബ അവരുടെ ഈ സെല്ലിൽ കൂടെ തന്നെ അവരുടെ ഈ സെൽ മെംബ്രെയിൻ ഇല്ലേ, ആ മെംബ്രെയിനിൽ കൂടെ തന്നെ അവരെന്ത് ചെയ്യും, പുറത്തേക്ക് റിമൂവ് ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹോളോസോയിഡ് ന്യൂട്രീഷൻ്റെ ഈ 5 സ്റ്റെപ്പ് തന്നെയാണ് അമീബയിൽ നമ്മൾ പറഞ്ഞത്. ഫുഡിനെ അമീബ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ട് ഉള്ളിലേക്ക് ആക്കുന്നു. ഒരു ഫുഡ് വാക്യൂൾ അവിടെ ഫോം ചെയ്യുന്നു. ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കോംപ്ലക്സ് ഫുഡിനെ സിമ്പിൾ ഫുഡ് ആക്കുന്നു. സിമ്പിൾ ഫുഡായി സിമ്പിൾ ഫോമാക്കി മാറ്റുന്നു. അതിനുശേഷം എന്താ, സിമ്പിൾ ഫോമാക്കി കഴിഞ്ഞാൽ ഫുഡ് വാക്യൂൾ ബ്രേക്ക് ചെയ്യുന്നു. ഫുഡിനെല്ലാം ആ ന്യൂട്രിയൻസിനെല്ലാം സിമ്പിൾ ഫോമായിട്ടുള്ള ന്യൂട്രിയൻസിനെല്ലാം ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്നു. അത് അമീബ യൂട്ടിലൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, എനർജിക്ക് വേണ്ടിയിട്ട്. ഇനി അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് അവരുടെ സെൽ മെംബ്രെയിനിൽ കൂടെ പുറത്തേക്ക് കളയുന്നു. ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ അടക്കമാണ് ചോദിക്കാറ്. ഈ പിക്ചർ അതുകൊണ്ട് നന്നായിട്ട് വരയ്ക്കാൻ പഠിക്കാം. ഈ പിക്ചർ വരയ്ക്കാനും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് പരീക്ഷയ്ക്ക് നമ്മൾ സാധാ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ നോക്കാം, ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള ഒരു ഐഡിയയും കൂടി കിട്ടും. ഓക്കെ, നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് ആൻഡ് വെൽ ലേബിൾഡ് ഡയഗ്രാം ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ന്യൂട്രീഷൻ ഇൻ അമീബ. അമീബയുടെ ന്യൂട്രീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഡയഗ്രാം വരച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടില്ലേ ഒരു ഡയഗ്രാം, അതെല്ലാവരും നന്നായിട്ട് വരയ്ക്കാൻ പഠിക്കാം. ഇനി ഇവിടെ സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ തന്നെ പറഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അമീബ ഇൻജസ്റ്റ് ഫുഡ് ബൈ യൂസിങ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കോൾ സ്യൂഡോപോഡിയ. നമ്മൾ പറഞ്ഞു സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടാണ് അമീബ എന്ത് ചെയ്യുന്നത്, ഫുഡ് അകത്തേക്ക് എടുക്കുന്നത്. ആ ഒരു സ്റ്റെപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻജഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ്, സ്യൂഡോപോഡിയ ഫ്യൂസ് ഓവർ ദ ഫുഡ് ടു ഫോം എ ഫുഡ് വാക്യൂൾ. ഇൻസൈഡ് ദ ഫുഡ് വാക്യൂൾ കോംപ്ലക്സ് ഫുഡ് കൺവേർട്ട് ഇൻ ടു സിമ്പിൾ ഫുഡ്. അങ്ങനെ അവർ അകത്തേക്ക് എടുക്കുമ്പോൾ അവിടെ ഒരു ഫുഡ് വാക്യൂൾ ഫോം ചെയ്യുന്നു. ആ ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്താ സംഭവിക്കണേ, കോംപ്ലക്സ് ഫുഡിനെ അവർ സിമ്പിൾ ഫുഡാക്കി മാറ്റുന്നു. ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡൈജഷൻ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഫുഡ് ഈസ് അബ്സോർബ് ഡയറക്ട്ലി ഇൻ ടു ദ സൈറ്റോപ്ലാസം. അങ്ങനെ ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം ഫുഡ് വാക്യൂൾ ബ്രേക്ക് ചെയ്യുന്നു. ആ സിമ്പിൾ ഫുഡ് എല്ലാ ഭാഗത്തേക്കും എത്തുന്നു. അമീബ അത് എല്ലാ ഭാഗത്തേക്കും അബ്സോർബ് ചെയ്യുന്നു. ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫുഡ് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എനർജി ആൻഡ് ഗ്രോത്ത്. അബ്സോർബ് ചെയ്ത ഫുഡ് അവരെന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യണത്, അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും എനർജിക്ക് വേണ്ടിയിട്ടും. ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എസിമിലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ,
undigested food is removed by the cell membrane which ruptures suddenly at any place and eliminates out the undigested food. നമ്മൾ പറഞ്ഞു അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് അമീബ എന്ത് ചെയ്യും, പുറത്തേക്ക് റിമൂവ് ചെയ്യും. അതെങ്ങനെയാണ് ഇവർ റിമൂവ് ചെയ്യുന്നത്? ഇവർക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർഗൻസ് ഒന്നുമില്ല. അപ്പോൾ ഇവർ അവരുടെ സെൽ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്തിട്ട് അതിലൂടെയാണ് അവരുടെ അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡിനെ അവർ പുറത്തേക്ക് കളയണത്. ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അമീബയുടെ ന്യൂട്രീഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും ഡയഗ്രാമും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഡയഗ്രാം നന്നായിട്ട് പഠിക്കുക. ഈ അമീബയുടെ ഇത്രയും ആ ന്യൂട്രീഷൻ്റെ ഇത്രയും സ്റ്റെപ്പ് അതിൽ പ്രത്യേകം ഓർക്കണം. ആ 5 സ്റ്റെപ്സ് നിങ്ങൾ എഴുതണം. അപ്പോൾ ഇപ്പം ഞാനിവിടെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞ ആ 5 സ്റ്റെപ്പിൻ്റെ പേരും കൂടി മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ അടുത്ത ഭാഗം അടുത്ത പാർട്ടിലായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ ബീയിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അത് നമ്മൾ നമ്മുടെ അടുത്ത ഭാഗത്തായിരിക്കും കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്